ശ്രീ ജയേന്ദ്രൻ, രാജ്യത്തിൻ്റെ അടയാളമാണ് ഭാരതാംബ. നേരത്തെ ശ്രീജിത്ത് പണിക്ക പറഞ്ഞതുപോലെ ഒരു ദേവതാ സങ്കല്പം, ശക്തിസ്വരൂപിണിയായ ദേവതാ സങ്കല്പം, ഭാരതാംബയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അതുപോലെ ദീപപ്രജ്വലനവും പറ്റില്ലെന്ന് സംസ്ഥാനത്തെ ഒരു മന്ത്രി നിലപാടെടുക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയം കലർത്താനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? ഇപ്പോൾ പല ന്യായീകരണങ്ങളുമായിട്ട് ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസ് രംഗത്ത് എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഭാരതാംബ നിങ്ങൾക്ക് അപ്രിയമാകുന്നു? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ ശ്രീ ജയേന്ദ്രൻ, കേൾക്കാം, പറഞ്ഞോളൂ. ഇത് ഈ പ്രശ്നത്തിൽ ഈ പ്രശ്നത്തിൽ പിന്നെ മറ്റ് പ്രധാനപ്പെട്ട ചില എന്താണ് വസ്തുതകൾ എന്നുള്ളത് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രീ അനിൽ നമ്പ്യാർ, ഈ പിന്നെ ആഴ്ചകൾക്ക് മുമ്പേ ആലോചിച്ച് തീരുമാനിച്ചതായിരുന്നു ഇന്നത്തെ ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പരിപാടി. അപ്പോൾ പിന്നെ സംസ്ഥാന സർക്കാർ കൃഷി വകുപ്പ് ആദ്യം ആലോചിക്കുമ്പോൾ, രാജ്ഭവനോട്ട് ആലോചിക്കുമ്പോൾ പറഞ്ഞത് സെക്രട്ടേറിയറ്റിൽ നടത്താം എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ രാജ്ഭവനിൽ നിന്നാണ് നിർദ്ദേശം ഇങ്ങോട്ട് വന്നത്, അത് രാജ്ഭവനിലാക്കാം എന്നുള്ള നിർദ്ദേശം വന്നു. ഓക്കെ, അതാണ് ആലോചിച്ചിട്ട് ഓക്കെ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ സാധാരണ നമുക്കറിയാമല്ലോ, രാഷ്ട്രപതി മുതൽ പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി, ഗവർണർമാർ, ഇവരുടെയൊക്കെ അവർക്ക് വ്യക്തമായ പ്രോട്ടോക്കോളുണ്ട്. പരിപാടികൾ നിശ്ചയിക്കുന്നവർ അവരുടെ ഓഫീസുകളാണ്. അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു. കാര്യങ്ങളെല്ലാം അറിഞ്ഞു, അപ്രൂവൽ കൊടുത്തു. അപ്രൂവൽ കൊടുത്തിട്ട് അപ്പോൾ അതിനകത്ത് ഒഴിവാക്കപ്പെട്ടത് കൃഷി വകുപ്പിൻ്റെ എല്ലാ പരിപാടികളിലും പിന്നെ ഒരു കർഷകനും ഒരു കർഷക തൊഴിലാളിയും ഉണ്ടാവും. അത് ജിയോ തന്നെ ഉള്ളതാണ്, കൃഷി വകുപ്പിൻ്റെ മന്ത്രി പ്രസാദിന് ഇതിന് ഉത്തരവാണ് ഉള്ളത്. അപ്പോൾ അത് ആ തരത്തിൽ എല്ലാ പരിപാടികളും ഉൾപ്പെടുത്താറുമുണ്ട്. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോഴും അത്തരത്തിൽ പരിപാടി നടന്നിരുന്നു. രാജ്ഭവനിൽ വെച്ച് തന്നെയാണ് പരിപാടി നടന്നത്. പക്ഷേ ഇപ്പോൾ ഇത്തവണ കർഷകനെയും കർഷക തൊഴിലാളിയെ ഉൾപ്പെടുത്തേണ്ട, അത് ഒഴിവാക്കി. ഓക്കെ, അങ്ങനെയുള്ള ഒഴിവാക്കികളെ കാണുന്നു. വി കെ പ്രശാന്ത് MLA, മന്ത്രി, പിന്നെ കൃഷി വകുപ്പ് ഡയറക്ടർ, അത്രയും പേര് പുറത്തുനിന്ന്, പിന്നെ ഗവർണർ ആണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഫിക്സ് ചെയ്തത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ മിനിറ്റ് അപ്രൂവൽ എന്ന് പറഞ്ഞാണ് കടലാസ് രാജ്ഭവനിൽ നിന്ന് അയക്കുന്നത്. അങ്ങനെയാണ് ഔദ്യോഗിക നടപടിക്രമം, അങ്ങനെയാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരം 7 മണി കഴിഞ്ഞപ്പോഴേക്ക് മിനിറ്റ് പ്രോഗ്രാമിൻ്റെ പുതിയൊരു റിവൈസ്ഡ് വേർഷൻ പിന്നെ മന്ത്രിക്ക് അയക്കുകയാണ് ചെയ്യുന്നത് രാജ്ഭവനിൽ നിന്ന്. അതായത് ആ 7 മണി കഴിഞ്ഞ ആഴ്ചയിലാണ് പറയുന്നത്, ആദ്യത്തെ പരിപാടികൾ കഴിഞ്ഞ്, വിളക്ക് കൊളുത്തി കഴിഞ്ഞ്, പിന്നെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇങ്ങനെ ലോഡസ് ഭാരതമാത ചിത്ര ദീപം കൊളുത്തി, അത് ഭാരതമാത ചിത്രത്തിനും ദീപക്കാഴ്ച ഒരുക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മിനിസ്റ്റർ തന്നെയാണ് ചോദിച്ചത്. ദുദാവത്താണല്ലോ അവിടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് ഗവർണറുടെ രാജ്ഭവനിൽ. അദ്ദേഹത്തിനോട് മിനിസ്റ്റർ പി പ്രസാദ് തന്നെയാണ് ചോദിച്ചത്, എന്താണ് ഇതുവരെ ഇല്ലാത്തൊരു സംഗതിയാണല്ലോ, ഒരു മാറ്റം അല്ല, അതങ്ങനെ നിർദ്ദേശം വന്നു, അതുകൊണ്ടാണ്. ശരി, എന്നാൽ ആ പടം എന്താണെന്നുള്ളത് അതൊന്ന് അയച്ചു തരണം. അപ്പോൾ ഒരു പോർട്രേറ്റ് ആണെന്ന് പറഞ്ഞു. പോർട്രേറ്റ് കുറച്ച് കഴിഞ്ഞ് ദുദാവത്ത് തന്നെ അയച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് ഇവരത് കാണുന്നത്, മന്ത്രിയെ കാണുന്നത്, മന്ത്രിയും മറ്റുദ്യോഗസ്ഥരും ഒക്കെ കാണുന്നത്. അപ്പോഴാണ് അവരെ സംബന്ധിച്ച് മറ്റൊരു നിലപാടിലേക്ക് കടക്കുന്നത്. അതാണ് ഈ ചർച്ചയുടെ കാതിൽ തന്നെ, അതാണല്ലോ. അപ്പോൾ അവിടെ മന്ത്രി ഇദ്ദേഹത്തിനോട്, അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞുള്ളൂ, പിന്നെ ഈ ഭാരതമാതാവ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അതൊരു സങ്കല്പമല്ല, ഒരു മാതൃബിംബം, ദേവതാ മാതൃബിംബമാണത്. ഞാനങ്ങനെ തന്നെ കരുതുന്ന ഒരാളുമാണ്. പിന്നെ ഗാന്ധിജി ഉദ്ഘാടനം ചെയ്ത ബനാറസിലെ, പഴയ ബനാറസ്, ഇപ്പോഴത്തെ വാരണാസി, പിന്നെ അവിടെ ഒരു ക്ഷേത്രം പോലും ഉണ്ടല്ലോ ഭാരതമാതാവിൻ്റെ പേരിൽ, ഭാരതാംബയുടെ പേരിൽ, അതുണ്ട്. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള, എത്രയോ കാലങ്ങളായിട്ട് കാണുന്ന ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുന്നത്, പൊതുസമൂഹത്തിൽ കാണുന്നത്, പിന്നെ ദേശീയ പതാക പിടിച്ചു നിൽക്കുന്നത് ഭാരതാംബയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. RSSൻ്റെ ഈ കൊടി
കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രമാണ് രാജ്ഭവനിൽ നിന്ന് അയച്ചു കൊടുത്തത്. അപ്പോഴാണ് ഇവർ തീരുമാനം മാറ്റുന്നത്. പരിപാടി നടത്തുന്നത് കൃഷി വകുപ്പാണ്. പ്രോട്ടോക്കോൾ നിശ്ചയിക്കാൻ ഗവൺമെൻറ് ഓഫീസിന് അധികാരമുണ്ട്, ഓക്കെ. പക്ഷേ പരിപാടി നടത്തുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടി കൃഷി വകുപ്പാണല്ലോ നടത്തുന്നത്. അപ്പോൾ അവിടെ ചെയ്യുന്ന നടപടികളെ സംബന്ധിച്ച് പിന്നെ കൃഷി വകുപ്പിന് ഇക്കാര്യത്തിൽ ഭാരതാംബയുടെ ചിത്രം എന്നുള്ളതിനോട് യോജിക്കുന്നു, അതിന് വിയോജിപ്പില്ല. പക്ഷേ ഇങ്ങനെ RSSൻ്റെ പരിപാടികൾക്ക് ഉപയോഗിക്കുന്ന അവരുടെ സ്വന്തം കാവി കൊടിയും പിടിച്ചുകൊണ്ട് ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുന്നത് അതിനോട് യോജിപ്പില്ല, അത് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതൊരു കാര്യം. എന്ന് മാത്രമല്ല, ഗവർണർ ഇപ്പം ഇദ്ദേഹം പുതിയ ഗവർണർ വന്നതിന് ശേഷവും രാജ്ഭവനിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിശിഷ്ടമായ മറ്റൊരു പരിപാടി മാർച്ച് 16 നടന്നു. അത് കേരള പുരസ്കാരങ്ങളുടെ പിന്നെ നിർവഹണമായിരുന്നു, സമാനമായിരുന്നു ചെയ്തിരുന്നത്. കേരള പുരസ്കാരങ്ങൾ താങ്കൾക്കറിയുമല്ലോ. അത് അവിടെയും അന്നും ഭാരതാംബയുടെ ചിത്രമൊന്നും വെക്കണമെന്ന് രാജ്ഭവൻ നിർബന്ധം പിടിച്ചില്ല, ഗവർണർ അങ്ങനെ പറഞ്ഞുമില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, വെക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് മിനിസ്റ്റർ പറയുന്നു. അപ്പോൾ ദുദാവത്ത് പറയുന്നു ഞാനൊന്ന് അന്വേഷിക്കട്ടെ, അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗവൺമെൻറ് ഓഫീസ് വീണ്ടും പറയുന്നു ഇല്ല, അതങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് നിർബന്ധം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ പരിപാടി മാറ്റുകയാണ്, നിങ്ങൾ ആലോചിക്കൂ എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെയും രാജ്ഭവനുമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷേ മാറ്റമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ആ പരിപാടി അവിടുന്ന് മാറ്റാൻ തീരുമാനിക്കുന്നതും പിന്നെ ദർബാർ ഹാളിലേക്ക് മാറ്റുന്നതും. ഇതിൻ്റെ അകത്ത് പിന്നെ കാണേണ്ട കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് പിന്നെ ഏതെങ്കിലും ഹൈന്ദവ സമൂഹത്തോടോ ഹൈന്ദവ ബിംബങ്ങളോടോ എതിർപ്പിൻ്റെ പ്രശ്നമൊന്നും അല്ല ഇതിൻ്റെ അകത്ത്. ആ തരത്തിലുള്ള പിന്നെ ഈ താത്വികമായിട്ടുള്ള അവലോകനത്തിൻ്റെ പ്രശ്നമൊന്നും അല്ല വരുന്നത്. വളരെ സാധാരണമായിട്ടുള്ള ഒരു അവബോധത്തിൻ്റെ പ്രശ്നമാണ്. നമ്മൾ കാണുന്ന ഭാരതാംബ എന്ന് പറയുന്നത് ദേശീയ പതാക പിടിച്ചിട്ടുള്ള ഭാരതാംബയാണ്. ഇതങ്ങനെയല്ല, ഇത് കാവിക്കൊടി പിടിച്ചിട്ടുള്ള ഭാരതാംബയാണ്. അത് RSSൻ്റെതാണ്, RSSുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഇതാണ് കൃഷി വകുപ്പെടുത്തുന്ന നിലപാട്. ആ നിലപാട് കൊണ്ട് മാത്രമാണ് അത് അവിടുന്ന് മാറിയത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനെ അപമാനിക്കാനോ ഭാരതാംബയുടെ സങ്കല്പത, ഞാൻ സങ്കല്പം എന്നല്ല പറയുക, ഞാനതൊരു ബിംബം, മാതൃദേവതാ ബിംബം എന്ന് തന്നെയാണ് ഞാൻ പറയുക. അതിനെ അങ്ങനെയാണ് കാണുന്നതും. അപ്പോൾ അതിനെ ആ നിലയ്ക്ക് പിന്നെ ആണ് കണ്ടത്. മന്ത്രി P. പ്രസാദ് ഉൾപ്പെടെ അങ്ങനെയാണ് കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അതല്ലാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പരിപാടിക്ക് ഇത്തരത്തിലുള്ള സംഗതി നടക്കില്ല, ചെയ്യാൻ കഴിയില്ല. ആ ഒരു നിലവാരത്തിലാണ്, ആ ഒരു നിലപാടിലാണ് പിന്നെ ഒരു തർക്കം പറഞ്ഞതും വിയോജിപ്പുണ്ടായതും. എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ എന്നുള്ളത് അവസാനം സംബന്ധിച്ച് ദർബാർ ഹാളിലേക്ക് പരിപാടി മാറ്റുന്നതും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ക്ഷേത്രോത്സവങ്ങളിൽ ചെഗുവേരയുടെ കൊടി പാറിക്കാം, പുഷ്പനെ അറിയാമോ പാട്ട് പാടാം, ഒരു കുഴപ്പമില്ല. ഭാരതാംബയുടെ ഛായാചിത്രമാവുമ്പോൾ പലർക്കും കുരുപൊട്ടും. ഇപ്പോൾ നോക്കൂ, ഈ പ്രസാദ് കണ്ടതാണല്ലോ, പ്രസാദല്ല മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരൊക്കെ കണ്ടതാണല്ലോ ചെഗുവേരയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം മുഴക്കി ക്ഷേത്രോത്സവങ്ങളിൽ കണ്ണൂരും മറ്റ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് ആവർത്തിച്ചു. അതുപോലെ പുഷ്പനെ അറിയാമോ പാട്ടുപാടി. ആ സമയത്തൊന്നും ഈ പ്രതിഷേധം കണ്ടില്ലല്ലോ. പ്രസാദ് പ്രതികരിച്ചിരുന്നില്ല, മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നില്ല. പിന്നെ കോടതി ഇടപെട്ടാണല്ലോ തിരുത്തിയത്. അപ്പോഴൊന്നുമില്ലാത്ത പ്രതിഷേധം, അമർഷം എന്തുകൊണ്ടിപ്പോൾ രാജ്ഭവനിൽ ഭാരതാംബയുടെ ഛായാചിത്രം വെച്ചപ്പോൾ ഉണ്ടായി? അല്ല, ഞാൻ വിചാരിക്കുന്നില്ല ഇത് ബഹുമാനപ്പെട്ട ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായതെന്ന് കരുതാത്ത ഒരാളാണ് ഞാൻ, അനിൽ നമ്പ്യാർ. ഞാൻ വിചാരിക്കുന്നത് ഇത് ഗവർണറുടെ ഓഫീസിൻ്റെ ഇടപെടലാണ്. അല്ലെങ്കിൽ ഞാനീ പറഞ്ഞില്ലേ, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരം മാർച്ച് 16 രാജ്ഭവനിൽ വിതരണം ചെയ്തത് ഇതേ ഗവർണറാണ്. അന്ന് അദ്ദേഹത്തിന് ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല, പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ആയിട്ട് ബന്ധപ്പെട്ടൊരു ഒരു എന്താണ് വാക്കുകൊണ്ട് പോലും ഒരു വാക്ഭേദങ്ങൾ പോലും ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായില്ല. കാര്യം അദ്ദേഹം അത്തരത്തിൽ കാര്യങ്ങളെ ഇടപെടുകയും സമീപിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിട്ടാണ് എൻ്റെ ഒരു ബോധ്യം. അങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോൾ പെട്ടെന്ന് ഇന്നലെ വൈകുന്നേരം 7 മണി വരെ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫൈനൽ അപ്രൂവലും മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം ഫൈനൽ അപ്രൂവ്ഡാണ് 6 മണി വരെ. അതും കഴിഞ്ഞ് 7 മണിയായപ്പോഴാണ് രാജ്ഭവനിൽ നിന്ന് പുതിയ റിവൈസ്ഡ് മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം ഫൈനൽ അപ്രൂവൽ എന്ന് പറഞ്ഞ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് കേരള ഗവർണറുടെ ഇടപെടലാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ആരൊക്കെയാണെന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല കേട്ടോ. താങ്കൾക്ക് നമുക്കാർക്കും പറയാൻ കഴിയുമോ? പക്ഷേ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള ആണ് അതിൻ്റെ ഒരു വശം എന്നുള്ളതാണ് എൻ്റെ തോന്നൽ.
പിന്നെ ഈ ചെഗുവേരയുടെ കാര്യം അതൊന്നും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല അനിൽ നമ്പ്യാർ. അല്ല, എന്തുകൊണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ചോളം ഭാരതാംബ എന്നൊക്കെ പറയുന്നത് അതൊരു സങ്കല്പമല്ല, അതൊരു ബിംബമാണ്. അല്ല, അത് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചോളം ഭാരതാംബ, ഭാരതമാതാവ് എന്നൊക്കെ പറയുന്നത് ഒരു സങ്കല്പമല്ല, അതൊരു ബിംബമായിട്ട് തന്നെ ഉൾക്കൊള്ളാൻ എനിക്ക് ഒരു മടിയുമില്ലെന്ന് മാത്രമല്ല, അതിനെ ഞാൻ അങ്ങേയറ്റം ആദരിക്കുന്ന ആളാണ് ആ തരത്തിൽ തന്നെ. അതുകൊണ്ട് മറ്റൊന്നിനുമായിട്ട് ഇത് താരതമ്യപ്പെടുത്ത് കൂട്ടിക്കലർത്തുകയോ ചെയ്യേണ്ടതില്ല. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ദേശീയ പതാകയ്ക്ക് പകരം പാർട്ടി പതാക ഉയർത്തിയവരാണ് നമ്മുടെ CPM-കാർ. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ദേശീയ പതാകയ്ക്ക് പകരം പാർട്ടി പതാക. നിങ്ങളിപ്പോൾ ഇവിടെ പറയുന്നു കാവിക്കൊടി പിടിച്ചതാണല്ലോ പ്രശ്നം. ഭാരതാംബ ദേശീയ പതാക പിടിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണല്ലോ പറഞ്ഞു വെക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അല്ല, നമ്മൾ സംസാരിക്കുന്നത് ഒരു വലിയ ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെടുത്തി. അത് മാത്രമല്ല, സർക്കാർ പരിപാടിയിൽ ചെഗുവേരയുടെ പടമുള്ള കൊടി ഉയർത്തിയിട്ടുണ്ട്. പരപ്പനങ്ങാടി ഹാർബറിൻ്റെ അതും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോഴാണ്. പരപ്പനങ്ങാടി ഹാർബറിൻ്റെ ശിലാസ്ഥാപന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് അവിടെ ഇടതുമുന്നണി പ്രവർത്തകർ ചെഗുവേരയുടെ കൊടി ഉയർത്തിയത്. ഇതൊക്കെ ആവാം. ഇപ്പോൾ സർക്കാർ പരിപാടിയിൽ ഭാരതാംബയുടെ ഛായാചിത്രം പാടില്ല, അല്ലെങ്കിൽ പുഷ്പാർച്ചന പാടില്ല, ദീപപ്രോജ്വലനം പാടില്ല. പക്ഷേ അതേ സർക്കാർ പരിപാടിയിലാണല്ലോ ചെഗുവേരയുടെ കൊടി ഉയർത്തിയത്. അതിലെന്തുകൊണ്ട് തെറ്റില്ല? അപ്പോൾ നിങ്ങൾക്ക് എന്തുമാവാം, ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അതേസമയം രാജ്ഭവൻ്റെ ഭാഗത്ത് വലിയ വീഴ്ച വന്നു എന്നാണ് നിങ്ങൾ സമർത്ഥിക്കുന്നത്. യെസ്,